അശ്വിൻ, ആലപ്പുഴ സ്കൂളിലേക്കുള്ള പ്രതിഷേധം എപ്പോഴാണ് തുടങ്ങുക? അവിടെ ഈ പറയുന്ന പ്രകോപന മുദ്രാവാക്യങ്ങൾ, ചേരിതിരിഞ്ഞ് നിൽക്കലുകൾ, രക്ഷാകർത്താക്കൾ, ഡിവൈഎഫ്ഐ, BJP ഒക്കെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഓരോരോ ഗ്രൂപ്പുകളായി നിൽക്കലൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംഘർഷ സമാന സാഹചര്യം ആ മേഖലയിൽ ഉണ്ടോ അശ്വിൻ? ഹാഷ്മി, അങ്ങനെ ഒരു സാഹചര്യം തള്ളിക്കളയാനാവില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, രാത്രി നടത്തിയ ഡിവൈഎഫ്ഐ നടത്തിയ പ്രകടനത്തെ നേരിടാൻ BJP പ്രവർത്തകർ തെരുവിലിറങ്ങിയെന്നും പിന്നീട് ഇരുഭാഗവും ചേരിതിരിഞ്ഞ മുദ്രാവാക്യം വിളിക്കുന്നതും ഒരു സംഘർഷത്തിൻ്റെ വക്കിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതുമൊക്കെ കണ്ടതാണ്. അതിന് സമാനമായ സാഹചര്യം ഇന്നുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നൂറനാടാണ് ഈ ഏറ്റവും വിവാദമുള്ള സ്കൂളുള്ളത്. അവിടുത്തെ വിവേകാനന്ദ വിദ്യാപീഠിലാണ് BJP നേതാവിന് പാദപൂജ നടത്തിയ സംഭവം ഉണ്ടായതും. അവിടേക്കാണ് ഡിവൈഎഫ്ഐയുടെയും CPIഎമ്മിൻ്റെയും മാർച്ച് നടക്കുന്നത്. അത് 10-11 മണിയോടുകൂടി നടക്കും. ആ മാർച്ച് തുടങ്ങുന്നതിന് മുന്നോടിയായി അവിടെ രക്ഷിതാക്കളുടെയും ഒപ്പം ഒരു വിഭാഗം BJP പ്രവർത്തകരുടെയും സംഘം തമ്പടിക്കുന്നു സ്കൂളിനുള്ളിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ സംഘർഷത്തിൻ്റെ സാധ്യത, അല്ലെങ്കിൽ ഈ പ്രകടനത്തെ ചെറുക്കാനുള്ള ഒരു വിഭാഗത്തിൻ്റെ ശ്രമം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്. പോലീസ് എന്തായാലും 100 മീറ്റർ അപ്പുറത്തേക്ക് ബാരിക്കേഡ് കെട്ടി ആളുകളെ തടയാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. മറ്റൊന്ന് വിദ്യാധിരാജ സ്കൂളാണ്, അത് മാവേലിക്കരയിലാണ്. അവിടെയും സമാനമായ രീതിയിൽ രക്ഷിതാക്കൾ PTA എന്ന പേരിൽ സ്കൂളിന് സമീപത്തായി തടിച്ചുകൂടുന്നുണ്ട്. അതും ഈ പ്രകടനത്തെ നേരിടാനുള്ള ഒരു സാധ്യതയാണ്. ഏറ്റവും പ്രധാനമായി സോഷ്യൽ മീഡിയയിലടക്കം ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകൾ ചോദിക്കുന്നത്, ഈ കേസിൽ ആർക്കെങ്കിലും പരാതിയുണ്ടോ, പിന്നെ എന്തിനാണ് അനാവശ്യ വിവാദം എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വിവിധ മാർച്ചുകൾ 2 സ്കൂളുകളിലേക്കും വരും. അത് പോലീസ് എന്തായാലും അതിനെ ഈ സംഘർഷ സാധ്യത ഒഴിവാക്കാനുള്ള ശ്രമങ്ങളിലാണ് തുടരുന്നത്. എന്താകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഹാഷ്മി.